ഫെമിനിസ്റ്റുകൾക്ക് പറയാൻ ഇതിനകത്ത് ആൺപോരിമയൊന്നുമില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇത് വിമർശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കഥയിൽ അങ്ങനെ നിരന്തരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളില്ല. പുറത്ത് പെയിന്റ് മാറ്റിയോ? ചിലരൊക്കെ നല്ല രീതിയിൽ ഇതിനെ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു നീല കളറായിരുന്നല്ലോ. ചിലരൊക്കെ ഒന്നും മനസ്സിലാവാതെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. വിഷയകരമാണ് നമ്മുടെ കലാനിരൂപണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ. ആരോ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നമുക്കറിയാം, യൂട്യൂബിലത് നിരവധി ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിന് കഥയും അതുപോലെ തന്നെ സംഭാഷണവും ഒരുക്കിയത് പ്രമുഖ എഴുത്തുകാരനായ VR സുധീഷാണ്. സുധീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇത് യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഒരു ഷോർട്ട് ഫിലിം ഇത്രത്തോളം ആളുകളിലേക്ക്, അതായത് 10-20 ലക്ഷം ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനു മുമ്പ് ഇല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല, അത് വളരെ ചർച്ചാ വിഷയമാകുന്നു, അത് വിമർശ വിധേയമാകുന്നു, അത് നന്നായി വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ രണ്ട് രീതികളിലും അത് വലിയൊരു ബഹളം തന്നെ ഉണ്ടാക്കി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലല്ല, ലോകത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോർട്ട് ഫിലിം ഇത്ര പെട്ടെന്ന് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും കാണുകയും എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. സ്ത്രീ സംഘടനകളൊക്കെ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ബുദ്ധിജീവികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനിത് 10 വാചകങ്ങളിൽ എഴുതിയ ഒരു കഥയാണ്. അത് ഡയറക്ടർ രഞ്ജിത്ത് 20 മിനിറ്റോളമുള്ള ഒരു ഷോർട്ട് ഫിലിമാക്കി മാറ്റി. ഫെമിനിസ്റ്റുകൾക്ക് പറയാൻ ഇതിനകത്ത് ആൺപോരിമയൊന്നുമില്ല. ഇത് പുരുഷാധിപത്യം എന്നൊക്കെ പലരും വിമർശിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പുരുഷാധിപത്യമൊന്നുമില്ല. ഇതിനകത്തുള്ളത് സ്ത്രീ ആധിപത്യമാണ്. ഒരു സ്ത്രീ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവരവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയാണ്, അതിൻ്റെ ഒരു പാറ്റേണാണ് ഷോർട്ട് ഫിലിമിനുള്ളത്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇത് വിമർശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇതിലെ നായകനായിട്ടുള്ള കഥാപാത്രം, ഇതിലെ 3 കഥാപാത്രങ്ങൾക്കും പേരില്ല. അവരാരോ ആണ്. അത് പുരുഷ കഥാപാത്രമാണെങ്കിലും അത് സ്ത്രീ കഥാപാത്രമാണെങ്കിലും അത് ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും അവരാരോ ആണ്. ആരോ ആയിട്ട് വരുന്ന ഒരാൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു, രാത്രിയിലൊക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരുടെ വിമർശനം അതാണ്, എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലരുടെ വിമർശനം യുവാക്കളുടെ വിഹ്വലതകളൊന്നും ഇതിനകത്തില്ല എന്നുള്ളതാണ്. യുവാക്കളുടെ വിഹ്വലതകളൊക്കെ യുവാക്കൾ ഉണ്ടാക്കുന്ന സിനിമയിൽ വരും. നമ്മളുണ്ടാക്കുന്ന സിനിമയിൽ ചിലപ്പം അത് ഇല്ല എന്നും വരും. നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്, അത്രയേ ഉള്ളൂ. അത് ഒരു നിമിഷ നേരം കൊണ്ടൊക്കെ തയ്യാറാക്കിയ ഒരു കഥ എന്ന് പറയും. പക്ഷേ അത് ഒരു ഷോർട്ട് ഫിലിമായി മാറിയപ്പോഴത്തേക്ക് വേറൊരു ലെവലിലേക്ക് മാറുകയായിരുന്നില്ലേ? ഞാൻ 10 വാചകങ്ങൾ എഴുതിയൊരു കഥയെ വേറൊരു മാനത്തിലേക്ക് രഞ്ജിത്ത് കൊണ്ടുവന്നു. എൻ്റെ കഥയിൽ അങ്ങനെ നിരന്തരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളില്ല. ശ്യാം പ്രസാദ് അവതരിപ്പിച്ച കഥാപാത്രത്തെ വളരെയേറെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനൊരു ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു സ്വത്വത്തിൻ്റെ ഒരു ദ്വന്ദ്വമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം ഒരു ഫ്രെയിമിൽ വരുന്നുണ്ട്. അങ്ങനെ അതിന് വേറൊരു മാനം കൊടുത്തു എന്നുള്ളതാണ്. വളരെ അഴുക്കും വെടിപ്പില്ലാത്ത അഴുക്കുള്ള, വളരെ ജീർണത തോന്നുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തൻ്റെ പരിസരവും തന്നെയും നവീകരിക്കണമെന്ന് തോന്നുമ്പോഴുണ്ടാവുന്ന, അന്നേരമാണ് ഈ ഒരു ഫോൺ കോൾ വരുമ്പോഴാണ് ആ തോന്നൽ ഉണ്ടാവുന്നത്. ആ ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിലേക്കാണ് ആ സ്ത്രീ കഥാപാത്രം പ്രവേശിക്കുന്നത്. ഈ പൊതുവേ ഈ വനിതാ സംഘടനകൾക്കൊക്കെ താങ്കളോടുള്ളതാണോ അതോ രഞ്ജിത്തിനോടുള്ളൊരു എതിർപ്പ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത്? തുടർച്ചയായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നത്. രണ്ടും ആകാം. എല്ലാവരും ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടോ അല്ല വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാവും. ചിലരൊക്കെ നല്ല രീതിയിൽ ഇതിനെ ആസ്വദിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഒന്നും മനസ്സിലാവാതെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലും വരുന്നുണ്ട്. ഇപ്പം 20 ലക്ഷത്തോളം ആളുകളാണ് ഇത് കണ്ടിരിക്കുന്നത്. 2 മില്യൺസ് ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ അതിനോടുള്ളൊരു അസഹിഷ്ണുതയും ആളുകൾക്ക് ഉണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ ഒരു ഹാലുസിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് ഒരാളുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ, ഒരു ഭ്രമകൽപ്പന എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയല്ലേ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങനെ തന്നെയായിരുന്നില്ലേ അത് പക്ഷേ എത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലാകാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പല രീതിയിൽ ഇത് വ്യാഖ്യാനിക്കാം. ഇപ്പം ബഷീറിൻ്റെ ഭാർഗവ നിലയം എന്നുള്ള സിനിമ ഇറങ്ങിയ കാലത്ത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഭാർഗവി ആരാണ് എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്നുള്ള സിനിമ വന്നപ്പോൾ രാഗിണി ആരാണെന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് ഷോർട്ട് ഫിലിമിലേക്ക് എത്തുന്ന ചർച്ചകൾ എങ്ങനെയായിരുന്നു? മനോരമ ആഴ്ചപ്പതിപ്പിന് വേണ്ടി ഒരു മിനി കഥ വേണം, കുറച്ച് മിനി കഥകൾ ഓണത്തിന് കൊടുക്കണം. ഓണം എന്നുള്ള ആ ദിവസം ആഴ്ചപ്പതിപ്പ് ഇറങ്ങുമ്പം അതിനൊരു പ്രത്യേകത വേണമെന്ന് അതിൻ്റെ പത്രാധിപർ വിളിച്ച് പറഞ്ഞപ്പം കുറച്ച് പേരൊക്കെ കഥ തന്നു. എൻ്റെ ഒരു കഥ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എപ്പോഴത്തേക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രിയോ രാവിലേക്കോ കിട്ടണമെന്ന് പറഞ്ഞു. കാരണം മറ്റന്നാൾ പ്രിൻറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ അന്ന് രാത്രി കുത്തിപ്പിടിച്ചെഴുതിയ ഒരു കഥയാണ് ഈ കഥ. സത്യത്തിൽ കുത്തിപ്പിടിച്ചെഴുതിയതാണ്. ഇത് ഇത്രത്തോളം ഒരു റേഞ്ചിലേക്ക് പോകും എന്നൊന്നും ഞാൻ ധരിച്ചിട്ടില്ല. അങ്ങനെ കഥ അച്ചടിച്ച് വന്നു. അതിങ്ങനെ വാട്സപ്പിൽ ഒറ്റ പേജിൽ ഒരു ചെറിയ കോളത്തിലല്ലേ ഈ കഥ. അതിങ്ങനെ വാട്സപ്പിൽ വന്നു. അത് പലർക്കും അയച്ചു കൊടുത്തു. ആ കൂട്ടത്തിലത് വായിച്ച രഞ്ജിത്ത് പറഞ്ഞു, ഈ കഥയിലൊരു മേജിക് ഉണ്ട്, ഇതിനകത്തൊരു സിനിമയുണ്ട്, ഞാനിത് സിനിമ ചെയ്യാൻ പോകുന്നു. ഞാൻ ധരിച്ചു തമാശയായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹം വിളിച്ച് പറയുന്നു, ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതിന് പ്രൊഡ്യൂസറായി. ആരാ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മമ്മൂക്കയാണെന്ന് പറഞ്ഞു. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അദ്ദേഹം വിളിച്ച് പറയുന്നു, ഇതിലെ നായികയായിട്ട് മഞ്ജു വാര്യർ തയ്യാറായിരിക്കുന്നു, ഇതിലെ നായകൻ ശ്യാമപ്രസാദാണ്. അപ്പോൾ നമ്മുടെ കൈവിട്ട് പോയൊരു കേസാണ്. പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം ഷൂട്ട് നിശ്ചയിക്കുന്നു. ഷൂട്ടിങ്ങിന് ഞാൻ പോയിരുന്നു. 2 ദിവസം കൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞു. പിറ്റേത്തെ ആഴ്ച ഇത് നമ്മളൊക്കെ കാണുകയും ചെയ്തു. ഇതേപോലെ ഒരു കഥയുണ്ടായിരുന്നു, അതുമായിട്ട് സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കുറേ ആളുകൾ അങ്ങനെ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇത് വേറൊരാളുടെ വെട്ടൂർ രാമൻ നായരുടെ ഒരു കഥയാണെന്നും പറഞ്ഞ് ഒരാൾ വന്നു. ഇത് PK നാണുവിൻ്റെ കഥയാണെന്നും പറഞ്ഞ് ഒരാൾ വന്നു. പിന്നെ വേറൊരാളുടെ കഥയാണെന്നും പറഞ്ഞ് വേറൊരാൾ വന്നു. ഇതൊന്നും ഞാനൊക്കെ എഴുതിയത് ഇതേപോലെ സാമ്യമുണ്ട് ഉണ്ടായിരിക്കാം. സാമ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമാണ് സാമ്യം. ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വരുന്നു, ഇത് മാത്രമാണ് സാമ്യം. ഞാൻ ഈ പറഞ്ഞ 1-2 കഥ എടുത്ത് നോക്കുക, അതിൽ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു. ഒന്നിൽ രണ്ടിലും ആണാണ്. അല്ലാതെ എൻ്റെ കഥയായിട്ട് യാതൊരു സാമ്യം ഇതിനില്ല. വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വരുന്നത് അത് ആർക്കും എങ്ങനെ എഴുതാം. അതുമാത്രമല്ല അതിൻ്റെ ഒരു സാമ്യം, വേറൊന്നുമില്ല. VR സുധീഷിനെ പോലെ ഒരാൾക്ക് ഇത്തരത്തിലൊരു കഥ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ആളുകൾ കൂടുതൽ താങ്കളെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ വിവാദങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ലേ? എൻ്റെ അടുത്ത് ഇങ്ങനെ ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡേറ്റ് കാണിച്ചു കൊടുത്തു. അതായത് ഒക്ടോബർ 25-നാണ് ഞാൻ ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഥ 25-നാണ് ഞാൻ ഈ മനോരമയിലേക്ക് വാട്സപ്പിൽ എഴുതി അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അതിൻ്റെ മുകളിൽ കാണാമല്ലോ, ഒക്ടോബർ 25. കഥ നവംബർ 3 കഥ വരികയും ചെയ്തു. ഈ ആരോപിക്കപ്പെട്ട ഞാൻ അപഹരണം ആരോപിക്കപ്പെട്ട കഥ വരുന്നത് നവംബർ 10-നാണ്. അതൊരു മാസികയാണ്. ആ മാസിക നവംബറിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഞാൻ ഒക്ടോബർ 20-ന് എഴുതിയ കഥ എൻ്റെ വാട്സപ്പിലുണ്ട്. ത്രിതല തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം കൂടിയാണത്. പൊതുവേ നമ്മളെ സ്ഥാനാർത്ഥികളും ഒക്കെ ഒരുപാട് ആളുകൾ, നമുക്ക് പരിചയമുള്ള ആളുകളും ഉൾപ്പെടെ നമ്മളെ സമീപത്തുള്ള ആളുകളൊക്കെ സ്ഥാനാർത്ഥിയാവുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് വരുന്നത്? അവർ നാടിന് എത്രത്തോളം മുതൽക്കൂട്ടാവണം? എന്താണ് മാഷിൻ്റെ ഒരു അഭിപ്രായം കാര്യത്തിൽ? നമ്മളെ സ്ഥാനാർത്ഥികളൊക്കെ ഈ സമയത്ത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പിന്നെ ഇവർ ആരെയും നമ്മൾ കാണാറില്ല. ഞാനും അങ്ങനെ വീടിനകത്ത് അധികകാലം ഇങ്ങനെ കഴിയുന്ന ഒരാളല്ല. ഞാൻ പലപ്പോഴും യാത്രയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇവരെയൊന്നും ഞാൻ കാണാറില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പോലും ഞാൻ അറിയാറില്ല. അങ്ങനെ ഇവർ ചെയ്ത കാര്യങ്ങൾ എന്നോടാരും പറയാറുമില്ല. അങ്ങനെ എനിക്കൊട്ടും അതിനെപ്പറ്റി വലിയ ധാരണയില്ല, ഇവരൊക്കെ എന്താണ് ചെയ്തത് എന്നുള്ളതൊക്കെ. അതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന ആളുകൾ, പുതിയ തലമുറയോട് എന്താ പറയാറുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരികളും യുവാക്കളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ചെറുപ്പം കൊണ്ട് കാര്യമില്ല, പക്വത കൊണ്ട് കാര്യമില്ല. വേണ്ടുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു അറിവാണ്, മനുഷ്യരെക്കുറിച്ചുള്ള ഒരു അറിവാണ്.
അതും അടിത്തട്ടിലുള്ള മനുഷ്യരെക്കുറിച്ചുള്ളൊരു അറിവാണ്, സാമാന്യ മനുഷ്യരെക്കുറിച്ചുള്ളൊരു അറിവാണ്. അവരിപ്പോൾ യുവാക്കളായതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അവർ ഒരുപാട് തവണ മത്സരിച്ചത് കൊണ്ടും അവർക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ഒരു വ്യഗ്രത, അതിനെ എങ്ങനെ മാറ്റിത്തീർക്കണം എന്നുള്ള ഒരു 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 ഉൾപ്രേരണ, അതാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടതും, അതാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാത്തതും. താങ്ക് യു. എന്തായാലും മാഷ് വളരെ കൃത്യമായി തന്നെ തൻ്റെ ആരോ എന്ന ഷോർട്ട് ഫിലിം ഉണ്ടായത് പറയുന്നു. അതെങ്ങനെയാണ് ഷോർട്ട് ഫിലിമായി മാറിയ കഥ എഴുതാനുണ്ടായ സാഹചര്യം പറയുന്നു. ഒപ്പം തന്നെ നമ്മളെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, അതിൽ സ്ഥാനാർത്ഥികൾ എങ്ങനെ ഇരിക്കണം, അവരെന്താണ് നമ്മുടെ സമൂഹത്തിന് ചെയ്യേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.